ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു പാചക വീഡിയോയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ എളുപ്പം തയ്യാറാക്കാവുന്ന ചെറിയൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ. ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ചുവന്ന മുളക്, ചെറിയുള്ളി, പിന്നെ ചെറിയൊരു ഇഞ്ചി. ഇതുകൊണ്ടാണ് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയുടെ തൊലിയെ കളഞ്ഞ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മുളകിൻ്റെ ഈ ഞെടുപ്പെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കഴുകിയാക്കി എടുക്കാം. അപ്പം ഇതെല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയാണ്. കറിവേപ്പില എടുക്കുമ്പോഴേ ദീപേച്ചിന് ഓർമ്മ വരും. ദീപേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കറിവേപ്പില. അപ്പോൾ ചട്ടി ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ട് ആ മുളക് അതിലേക്കിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരുപാട് തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം മുളക് കോരി എടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണ തന്നെ ഉള്ളിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. രണ്ട് ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മുളക് ആദ്യം നമുക്കൊന്ന് ഇതിലേക്കിടാം. ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ ഇനി അതിലേക്ക് ഉള്ളി ഇടാം. അതോട് ചേർത്ത് ഇനി കറിവേപ്പില, നമ്മൾ ആ ഇഞ്ചി അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചപ്പോൾ ഈ പരുവാണ് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ കാണുമ്പോൾ തന്നെ കൊതിയാണോ അല്ലേ? എന്താ കളറ്! ഇനി ഇതിൽ ഞാൻ പുളി ചേർത്തിട്ടില്ല. അപ്പോൾ പുളിക്ക് വേണ്ടി നമുക്കതിൽ കുറച്ച് തൈര് ചേർക്കാം. പുളി വേണ്ടവർക്ക് പുളി ചേർക്കുക, ഇല്ലാത്തവർക്ക് കുറച്ച് തൈര് ചേർത്താലും മതി. അപ്പോൾ 2 സ്പൂൺ തൈര് നമുക്ക് ചേർക്കാം. നന്നായി ഇളക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. അപ്പം നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ആഹാ, കാണുമ്പോൾ തന്നെ കൊതിയാവും. ഉപ്പ് ഞാൻ പാകത്തിന് ചേർത്തിട്ടുണ്ട് അതിൽ. ഇനി നമുക്ക് ശകലം ചോറെടുക്കാം കഴിക്കാൻ. ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. കൂടെ തൈരുണ്ട്, പിന്നെ മാങ്ങ അച്ചാറുണ്ട്. മാങ്ങാച്ചാറും മുളകും തൈരും കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം. പക്ഷേ രക്ഷയില്ല, സൂപ്പറാണ്. നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും കഴിച്ചു, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.